എല്ലാവർക്കും ലിഷ റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്നിവിടെ ഒരു വൈൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വൈനും കേക്കും ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. പല രീതിയിൽ നമുക്ക് വൈൻ ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ 21 ദിവസം അല്ലെങ്കിൽ 28 ദിവസം. ഇപ്പം ഞാനിവിടെ ഒരു ഗ്രേപ്പ് വൈനാണ് ചെയ്യുക. അപ്പോൾ ഗ്രേപ്പ് ആണെങ്കിൽ ഗ്രേപ്പ് നമ്മൾ ഒരു ഭരണിയിൽ ഇട്ട് വെച്ച് അതിനുള്ള ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ അടച്ച് കെട്ടി വയ്ക്കും. എന്നിട്ട് അത് ദിവസവും നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. പക്ഷേ ഞാനിത് അങ്ങനെയല്ല ചെയ്യുക. ഇത് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് 2 ദിവസം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. 3-ാമത്തെ ദിവസം ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ഗ്രേപ്സ് കൊണ്ടാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ വൈനുള്ള ഇത് തയ്യാറാക്കുന്നത് എപ്പോഴും സ്റ്റീൽ പാത്രത്തിലായിരിക്കണം. ഒരിക്കലും അലുമിനിയം പാത്രം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, അതായത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 3/4 ലിറ്ററാണ്. അതായത് 1/2 കിലോ ഗ്രേപ്സിന് 3/4 ലിറ്റർ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കണം. ഒരു 2-3 കഷ്ണം ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 2 ഏലക്ക, അതുപോലെ ഒരു 2 ഗ്രാമ്പൂ, പിന്നെ 2 തക്കോലം ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ സ്പൈസസ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ പൊട്ടി അതിൻ്റെ പൾപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അതുകൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ തന്നെ നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളറ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രേപ്സിന് കളറ് കുറവുള്ള ഗ്രേപ്സ് ആണെങ്കിൽ നമ്മളൊരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഈ സമയത്ത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ നല്ല കളറ് കിട്ടും. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്ക് മധുരം കുറവ് മതി എങ്കിൽ ഇത്രയും പോലും പഞ്ചസാര ആവശ്യമില്ല. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ആവശ്യത്തിന് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും മധുരം ചേർക്കുമ്പോൾ അതനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഗ്രേപ്സ് നന്നായിട്ട് വെന്ത് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത ഇതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനുള്ള ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലേക്ക് മാറ്റാവുള്ളൂ, അല്ലെങ്കിൽ വൈൻ ചീത്തയായി പോകും. ഇനി നമുക്കിതിനാവശ്യമായ ഈസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 3 ടീസ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ ചേർക്കുക. അതായത് 1/2 കിലോ മുന്തിരിക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് പുളിപ്പിക്കാനായിട്ട് എടുക്കുന്നത്. അതും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് മാറ്റി വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ തരിയുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നേരിട്ടും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കാതെ തന്നെ നേരിട്ടും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതേ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുക. എന്നിട്ട് ഇത് 10 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഈസ്റ്റ്. ഇനി ഇത് നമുക്ക് ഈ ഗ്രേപ്പ് ലൈനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ വൈൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ മാത്രമേ ഇത് ഒഴിച്ചു വയ്ക്കാവുള്ളൂ. അതുപോലെ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന പാത്രം എപ്പോഴും നന്നായിട്ട് ഉണങ്ങിയ പാത്രമായിരിക്കണം. അതായത് ജലാംശം ഒട്ടും അതിൽ കാണാൻ പാടില്ല. ജലാംശം ഉണ്ടെങ്കിൽ നമ്മുടെ വൈൻ ചീത്തയായി പോകും. നന്നായി തണുത്തതിന് ശേഷം ഞാനിത് ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഈ വൈൻ ഉണ്ടാക്കുന്ന ആ ഭരണി അല്ലെങ്കിൽ ആ ഗ്ലാസ് പാത്രം ഒരിക്കലും വേറൊരു ആവശ്യത്തിന്, അതായത് അച്ചാർ പോലെയുള്ള സംഗതികൾ ഇടാൻ ഉപയോഗിച്ച പാത്രമായിരിക്കില്ല. അച്ചാറിന് ഉപയോഗിക്കുന്ന പാത്രം ഒരു കാരണവശാലും നമ്മൾ വൈൻ ഉപയോഗിക്കാനായിട്ട് എടുക്കില്ല.
അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന തവിയും നന്നായിട്ട് ഉണങ്ങിയ തവിയായിരിക്കണം. അതിലും നനവ് വരാൻ പാടില്ല. ഇനി ഈ ഭരണി ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ നല്ല വൃത്തിയുള്ള ഉണങ്ങിയ തുണി ആദ്യമേ ഒന്ന് കവർ ചെയ്യുന്നു. അതിനുശേഷം ഈ മൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അതായത് എനിക്ക് ഈ ഭരണിക്ക് യോജിച്ച ഒരു മൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഇതേ രീതിയിലാണ് ഇത് പ്രസ് ചെയ്ത് അടച്ചു സൂക്ഷിക്കുന്നത്. അല്ലാതെ നമുക്ക് ആദ്യമേ ഈ അടപ്പ് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറമെ ഈ തുണി വെച്ച് മൂടി കെട്ടിയാണെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ വൈൻ വച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞു. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കണം. എന്നും നമ്മൾ ഒരേ സമയത്ത് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഉണങ്ങിയ തടിത്തവി യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഇളക്കി ഇത് കൊടുക്കണം. എന്നും ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് വീണ്ടും മൂടി വയ്ക്കുക. നമ്മുടെ വൈൻ വെച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് അധികം വെളിച്ചം കടക്കാത്ത ഒരു സ്ഥലത്തേക്ക് സൂക്ഷിച്ച് മാറ്റി വയ്ക്കാം. അത് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി. വൈൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അടച്ച് സൂക്ഷിക്കുന്ന അധികം വെളിച്ചം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. ഇന്ന് നമ്മുടെ വൈൻ വെച്ചതിൻ്റെ മൂന്നാമത്തെ ദിനമാണ്. നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം, ആദ്യത്തെ ആ അളവല്ല, അതിലും പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ച് പൊങ്ങി ഫെർമെൻറ്റേഷൻ നടന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാം. ആ വൈൻ അരിച്ചെടുക്കുന്ന ആ പാത്രവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണങ്ങിയെടുത്തതായിരിക്കണം. ഒരിക്കലും നനവ് പാടില്ല. വൈൻ ഉപയോഗിക്കുന്ന ഒരു പാത്രവും ഒരിക്കലും ഒട്ടും നനവ് പാടില്ല. നമ്മൾ വൈൻ ഊറ്റി വെക്കുന്ന കുപ്പി, അതുപോലെ അരിച്ചെടുക്കുന്ന പാത്രം, ഇതൊന്നും ഒരിക്കലും നനവ് പാടില്ല. ഇനി ഇത് ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇത് പ്രസ് ചെയ്ത് കൊടുത്ത് ആ വീഴുന്ന ആ ജ്യൂസ് മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിപ്പയൊന്ന് തട്ടി കൊടുത്തിട്ട് ആ വരുന്ന ആ ജ്യൂസ് മാത്രം എടുത്താൽ മതി. ഒരിക്കലും അത് പ്രസ് ചെയ്ത് എടുക്കല്ല. അങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് വൈനകത്ത് ഒരുപാട് മട്ട് പോലെ അടിഞ്ഞു വരും. അത് നമുക്ക് പാടില്ല. നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്ത് മുഴുവൻ എടുക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ പ്രസ് ചെയ്തെടുക്കാത്തത്. മറ്റേ നമ്മൾ സാധാരണ വൈൻ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അന്നേരം നമ്മളത് വേവിച്ചിട്ടല്ല അത് ഇടുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് വൈൻ റെഡി ആയിട്ടുണ്ട്. 2 ദിവസം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. 3-ാമത്തെ ദിവസം നമുക്ക് നല്ല ഒന്നാന്തരം വൈൻ നമുക്ക് ലഭിക്കും. ഒരു കാര്യം നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയിരുന്നു. അതായത് നമ്മൾ വൈൻ അടച്ച് കെട്ടി വയ്ക്കുമ്പോൾ ഒരുപാട് മുറുക്കി ടൈറ്റായിട്ട് അത് കെട്ടി വയ്ക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് എയർ സർക്കുലേഷൻ നടക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. നമ്മുടെ ഇൻസ്റ്റൻറ്റ് വൈൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.